സ്കൂളിൽ ആർത്തവാവധി നൽകുമെന്നുള്ള സർക്കാർ നയപ്രഖ്യാപനത്തിനെതിരെ ബി.ജെ.പി. നേതാവും തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറുമായ ആർ. ശ്രീലേഖ വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി നൽകുകയല്ല വേണ്ടത്, സ്കൂളുകളിൽ വൃത്തിയുള്ള ശൗചാലയങ്ങളും നാപ്കിൻ വൈൻഡിംഗ് മെഷീനുമാണ് വേണ്ടതെന്നും ആർ. ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. എസ്. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ്, ഈ ആർത്തവാവധി എന്തിനാണ് നൽകുന്നത് എന്ന് കൃത്യമായി ആർ. ശ്രീലേഖയ്ക്ക് മനസ്സിലായില്ല എന്നതാണ് തോന്നുന്നത്, അല്ലേ? അനൂപ്, വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ എല്ലാ മാസവും ആർത്തവാവധി പ്രഖ്യാപിച്ച സർക്കാർ നയം ശരിക്കും പെൺകുട്ടികളെ ശക്തരാക്കുമോ അതോ കൂടുതൽ അബലകളാക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആർ. ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അതിൽ ആർത്തവം സ്ത്രീകളുടെ സ്വകാര്യ അഭിമാനമാണ്, അതിൽ ചിലർക്ക് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും, അതിന് സ്കൂൾ അവധി കൊടുക്കുകയല്ല വേണ്ടത് എന്ന് കൂടി പറയുന്നുണ്ട് അവരെ. ഇപ്പോൾ മാസാമാസം ക്ലാസ്സിൽ പോകാതിരുന്നാൽ വീട്ടുകാരും വിദ്യാലയവും നാട്ടുകാരും ഒക്കെ അറിയും, അത് കുട്ടിയെ തന്നെ ബാധിക്കുന്നത് ഒരു നാണക്കേടാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള സൗജന്യങ്ങൾക്ക് പകരമായിട്ട് കുട്ടികൾക്ക് വൃത്തിയുള്ള ശൗചാലയങ്ങളും നാപ്കിൻ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു അവധി കൊടുത്തതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിമർശനം തന്നെയാണ് ആർ. ശ്രീലേഖ ഉന്നയിക്കുന്നത്. അത് തന്നെയാണ്, ഈ സൗകര്യങ്ങളും ഒപ്പം തന്നെ ഈ ശൗചാലയങ്ങളും എല്ലാം വൃത്തിയുള്ളതായിരിക്കണമെങ്കിലും ഈ ആർത്തവം എന്ന് പറയുന്നത് ഒരു വൃത്തികേടല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എസ്. വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.